ഉബൈദ് 2020 സംഭവം നടക്കുന്നത് അല്ലേ? 2019-20 കാലഘട്ടത്തിലാണ്. അന്ന് ഉബൈദിന് എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്ക് വയസ്സന്ന് 18. 18 വയസ്സ്. 18 കഴിഞ്ഞ് 19 വയസ്സായിരുന്നു. ഞാൻ ക്രിസ്ത്യൻ കോളേജ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായി പഠിക്കുന്ന സമയമായിരുന്നു. ഒരു ഞായറാഴ്ച വീട്ടിലേക്ക് ഒരു ഫോൺ വരികയും കാക്കനെ പിടിച്ചു വെച്ച ഫോൺ തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അങ്ങാടിക്ക് വരുത്തുകയാണ് തുടക്കം. അപ്പോൾ അത് നാട്ടിലെ കുറച്ച് പ്രമാണിമാർ കാക്ക ലീവിന് വന്ന സമയത്ത് അവൻ്റെ പ്രണയവുമായി ബന്ധപ്പെട്ട് നാട്ടിലെ കുറച്ച് പ്രമാണിമാർ അവനെ മുടി വെട്ടുകയും താടി പഠിപ്പിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ തിരിച്ച് ഗൾഫിൽ പോയതിനു ശേഷമാണ് എന്നെ വീട്ടിലേക്ക് പിന്നെ ഫോണിലേക്ക് വിളിക്കുന്നു. ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് അങ്ങാടിക്ക് ചെല്ലുന്നു. പിന്നെ അവിടെ നിന്ന് അവർ നാട്ടിലെ കുറച്ച് ആൾക്കാർ അടിക്കുന്നതൊക്കെ. അതിനെ തുടർന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ബ്ലഡൊക്കെ ഉണ്ട്. അപ്പോൾ പോലീസുകാർ പറഞ്ഞത് ഇത് അടിപിടി കേസാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, കേസ് എടുക്കാൻ പറ്റില്ല. അവിടെ 2 പോലീസ് ഇപ്പോൾ കണ്ട്, പക്ഷെ എന്നാലും ആൾ ഓട്ടോറിക്ഷ വിളിച്ചെന്ന് പോലീസുകാർ കുറെ ഇരുത്തിക്കുക ചെയ്തതിനു ശേഷം അങ്ങനെ ബ്ലഡൊക്കെ ഉണ്ടായിരുന്നു. മൂക്കിന് തലന്നൊക്കെ ബ്ലഡൊക്കെ വന്ന് അങ്ങനെ നിൽക്കുക. അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ചെന്ന് ഓട്ടോറിക്ഷക്കാരൻ എന്ത് ചെയ്ത് ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പറഞ്ഞത് എന്താ വിഷയമാവും എനിക്ക് തോന്നുന്നു, അവൻ്റെ പൈസ അങ്ങനെ പറഞ്ഞ് ഇറക്കി വിട്ട് ആളെ സ്വയം തടി തപ്പി. ഞാനപ്പോൾ ധനീഷ്ലാൽ അന്നത്തെ യൂത്ത് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇപ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹത്തെ എൻ്റെ സുഹൃത്താണ്, ഡോക്ടർ ഗാർഡിനായിരുന്നു. അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം വരികയും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. അതിനുശേഷം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പോലീസ് ഇതല്ലോ ഡോക്ടർ, അതിനുശേഷമാണ് അവിടെ കേസ് എടുത്തത്. മെഡിക്കൽ കോളേജ് സ്റ്റേഷനാണ് എനിക്ക് അറിയില്ല, പക്ഷേ പോലീസുകാരൻ വന്ന് മൊഴിയൊക്കെ എടുത്ത് എഴുതി. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം എവിടേക്ക് പോയി, കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് നൗഷാദ് കണികൂട്ടി പോയി. അങ്ങനെ അവിടുന്ന് ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള തെറിയും ഉമ്മാക്കും പാപ്പാക്കും വില പിടിച്ചു. അതിനും ഡബിൾ എന്തൊക്കെ നിങ്ങളൊക്കെ മറ്റേ പീഡിപ്പിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ കുടുംബ ഫാമിലിയൊക്കെ നമുക്കൊന്നും മിണ്ടാല്ല. എൻ്റെ വയസ്സൊന്ന് 19. ഞാൻ ഈ പോലീസുകാരെ കാണുമ്പോൾ പേടിക്കൊക്കെ ഇതെല്ലാം നമുക്കൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞ് അതിനൊന്ന് പച്ചത്തെറിയൊക്കെ പറഞ്ഞു. ഞാൻ നൗഷാദ് കൂടി വന്നപ്പോൾ ഞാൻ നൗഷാദ് അടുത്ത് മാറ്റി നിർത്തി അസ്ലം എന്ന് പറഞ്ഞ പോലീസിനെ ഉള്ളിൽ കൊണ്ടുപോയി 2 കുത്തൊക്കെ കുത്തി പള്ളക്ക്. ഞാനിത് ഈ പെൺകുട്ടികളൊക്കെ പ്രേമിച്ച് നടന്ന് അങ്ങനെയൊക്കെ പ്രമാണിമാരൊക്കെ വലിയ ആൾക്കാരല്ലേ ഓലൊക്കെ അങ്ങനെ സംഭവം. അങ്ങനെ ഞാൻ അന്നാണെങ്കിൽ ഇവരൊന്നും പറഞ്ഞില്ല, ഹൈറ്റിന് അടിയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം എനിക്ക് ഇനി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്റെ വയസ്സ് പോതാണല്ലോ. പിന്നെ ഇപ്പൊ പോലീസുകാരെല്ലാം ഇന്നെന്തോ ചെയ്യുന്നുള്ള പേടി കണ്ട് എനിക്ക് സത്യം പറഞ്ഞാല് ഇപ്പോഴാണ് കുറച്ചുകൂടി മെച്ചൂർഡ് ആയത്. പിന്നെ ഈ ന്യൂസൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തുറന്ന് പറയണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ വരാനുള്ള കാരണം തന്നെ.